ശ്രീ പിരപ്പൻകോട് മുരളി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ പിരപ്പൻകോട് മുരളി, അദ്ദേഹം പുന്നപ്രയിലേക്ക് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അന്ത്യയാത്ര എത്തുകയാണ്. ആലപ്പുഴയുടെ ഓരോ മേഖലകളിലും ഓരോ കവലകളും കേന്ദ്രീകരിച്ച ആയിരങ്ങളാണ് VS അഭിവാദ്യം അർപ്പിക്കുന്നത്. അത് അർഹിക്കുന്ന VS എന്ന ജനനേതാവ് അർഹിക്കുന്ന യാത്രയയപ്പുമാണ്. അതെ, പുന്നപ്രയാണല്ലോ VSന്റെ തട്ടകം. VS രാഷ്ട്രീയ പ്രവർത്തകനാകുന്ന കാലത്ത് അവിടുത്തെ തൊഴിലാളികളെയും കർഷക അടിമകളെയും, വാസ്തവത്തിൽ കുട്ടനാട്ടിലെ ജന്മിമാരുടെ അടിമകളായിരുന്നു അവിടുത്തെ പറയരും പുലയരും. അവരെ തൊഴിലാളിയാക്കാൻ, അവർക്ക് അവകാശബോധമുണ്ടാക്കാൻ, അവർക്ക് സംഘടനാബോധമുണ്ടാക്കാൻ നിയുക്തനായ 17 വയസ്സുകാരൻ VS ഒരു അത്ഭുത മനുഷ്യനാണ്. കാരണം അവിടെ ഈ ജന്മിമാരുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ജീവനും ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവിടുത്തെ അടിമകളെ മനുഷ്യരാക്കിയത്, തൊഴിലാളികളാക്കിയത്. അവിടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മങ്ങനപ്പള്ളി ജോസഫിൻ്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ജോസഫിനെ പോലുള്ള ചില സുഹൃത്തുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവസാനം ആ കുട്ടനാട്ടിലെ അടിമകളെ മുഴുവൻ തൊഴിലാളികളാക്കി, അവകാശബോധമുള്ളവരാക്കി, വർഗസമരത്തിലൂടെ അതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച്, വാസ്തവത്തിൽ വർഗസമരത്തിൻ്റെ ബാലപാഠം VS തന്നെ പഠിക്കുന്നത് കുട്ടനാട്ടിൽ നിന്നാണ്. അതിനൊക്കെ കാരണക്കാരൻ VSന്റെ അത്ഭുത ശക്തി, അതുപോലെ അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവ് മനസ്സിലാക്കിയ P. കൃഷ്ണപിള്ള 18-ാം വയസ്സിൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റാക്കി. 1940 അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി. എന്നിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ അദ്ദേഹം നിയുക്തനായി. മത്സ്യത്തൊഴിലാളികളെ, കയർ തൊഴിലാളികളെ, തെങ്ങേറ്റ തൊഴിലാളികളെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തനായ ഒരു സമര പോരാളിയായിട്ട് വളർന്ന ആളാണ് സാക്ഷാൽ VS. VSന്റെ ജീവിതം മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി സമർപ്പിച്ച് പുന്നപ്രവയലാർ സമരത്തോളം ആ സമരത്തെ വളർത്തിയെടുക്കാൻ, ദിവാൻ ഭരണത്തിനെതിരായി ജനങ്ങളെയാകെ അണിനിരത്താൻ, തൊഴിലാളികളെയാകെ അണിനിരത്താൻ സമർപ്പണ ബുദ്ധിയോടുകൂടി പെരുമാറിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു VS. ആ VSനോട് ജനങ്ങൾക്കുള്ള അദമ്യമായ ആദരവാണ് വാസ്തവത്തിൽ നമ്മൾ വഴിനീളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകളെക്കുറിച്ച് എന്തു പറയാനാണ്? കാരണം പ്രായോഗിക കമ്മ്യൂണിസവും കൊണ്ട്, പാർലമെൻ്ററി വ്യാമോഹവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുന്ന കാര്യമല്ല. പക്ഷേ അതുകൊണ്ട് എത്ര ആളുകൾ പുച്ഛിച്ചാലും കേരളത്തിലെ ജനത ഒരിക്കലും VSനെ തള്ളിപ്പറയുകയില്ല. VSനെ അങ്ങനെ തള്ളി പറയാനോ VSനെ അങ്ങനെ മറക്കാനോ VS മുന്നോട്ട് വെച്ച മാർഗങ്ങളിലല്ലാതെ ചലിക്കാനോ കഴിയാത്ത മനസ്സുണ്ട് മലയാളിക്ക് എന്നത് വ്യക്തമാക്കുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.